ഞാൻ ഞാൻ ഒരുങ്ങട്ടെ എന്തായാലും. നാട്ടിൽ ഇപ്പോൾ സമയം രാവിലെ 7:15 ഇവിടെ വൈകുന്നേരം 6:45. ഫൈനലി അവർ ഔട്ട്ഫിറ്റ് ഫോർ ടെമ്പിൾ. എന്താ നോക്കണേ, ഇതൊക്കെയാണ് ഇവിടുത്തെ പാഷൻ. പാഷൻ ഞാൻ ഉദ്ദേശിച്ചത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇഷ്ടമുള്ള ഡ്രസ്സ് ഇട്ടുകൊണ്ട് നമുക്ക് പോകാൻ അമ്പലത്തിൽ. ജീൻസും ടോപ്പോ ഇവൻ മുടി അയച്ചിട്ടാണെങ്കിൽ നമുക്ക് അമ്പലത്തിൽ പോകാം. ആരും ഒന്നും ചോദിക്കത്തില്ല, പറയത്തില്ല, ഒക്കെ നമ്മുടെ ഇഷ്ടത്തിൽ. ഇങ്ങനത്തെ ഒരു ലോകമാണ് നമ്മൾ പലപ്പോഴും സ്വപ്നം കണ്ട ലോകം. ആൻഡ് ഐ ലവ് വൈബ്രൻറ്റ് കളേഴ്സ്. ഈ പൗഡർ ടീനും ഞാൻ ഒരേ ഷെയ്ഡിൽ ഡ്രസ്സാണ് ഇട്ടേക്കുന്നത്. ഞായറാഴ്ച ദിവസം ഉണ്ടെങ്കിൽ അത് അമ്പലത്തിൽ പോകണം, അത് നിർബന്ധം. നീ എൻ്റെ ബോയ് ഫ്രണ്ട് അല്ലാണ്ട് എൻ്റെ ഭർത്താവല്ല കേട്ടോ. ഒരു ഡ്രസ്സ് കണ്ടുപിടിക്കുന്നേക്കാൾ ഏറ്റവും പാടാണ് എങ്ങനെ മുടി കെട്ടണമെന്ന്. പക്ഷേ എനിക്ക് ഏറ്റവും കംഫർട്ടബിൾ ആയ ഹെയർ സ്റ്റൈൽ എപ്പോഴും ബണ്ണ് തന്നെയാണ്. ഇപ്പം വന്ന് പെമ്പിളേർക്കാട്ടിലും കൂടുതൽ ഒരു ആൺപിള്ളേർ തന്നെയാണ്. നമ്മൾ എത്ര ഔട്ട്ഫിറ്റ് ഇട്ട് സെറ്റപ്പ് ആക്കിയാലും ഈ ജാക്കറ്റും ബൂട്ട്സ് ഇട്ടേയും നമ്മൾ ഫോൾ ലുക്കും. ഈ തറയിൽ തിളങ്ങി നിൽക്കുന്ന ബ്ലാക്ക് ഐസ് ഇത് തെന്നിപ്പോയി കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ പായലിൽ തെന്നി വീഴുമ്പോൾ അതേ ഫീൽ ആയിരിക്കും. പണ്ടൊക്കെ അമ്പലത്തിൽ പോയി കഴിഞ്ഞാൽ ചെരുപ്പ് മാത്രം ഇടേണ്ട ആവശ്യമുള്ളത്. ഇപ്പം ബൂട്ട്സും ജാക്കറ്റ് എല്ലാം ഊരിട്ട് അമ്പലത്തിൽ കയറാൻ പറ്റും. അമ്പലത്തിനുള്ളിൽ ഫോൺ അലൗഡ് അല്ല. പിന്നെ ഇവിടെ തീർത്ഥത്തിന് പകരം അവർ പാലാണ് കൊടുക്കാറ്. പാൽ എനിക്ക് ഇഷ്ടമല്ലാത്തതും ഞാൻ കുടിക്കാറില്ല. പിന്നെ ഈ ലെമൺ റൈസ് കൊടുക്കും, അതിൻ്റെ കൂടെ സ്വീറ്റ് ആയിട്ട് റവ ഹൽവയും കൊടുക്കും. നമ്മളിന്ന് പോയത് ഒരു വിനായകൻ ടെമ്പിളാണ്. അത് ശ്രീലങ്കക്കാർ നടത്തുന്ന ഒരു വിനായകൻ ടെമ്പിളാണ്. പിന്നെ പതിപോലെ നമ്മുടെ ഫാമിലിയിൽ ആരെയും വീട്ടിൽ വിസിറ്റ് ചെയ്യും, അവിടെ ടൈം സ്പെൻഡ് ചെയ്യും, അവിടെ കുറേ സംസാരിക്കും, അവിടെ ഫുഡ് കഴിക്കും.